ഫൊക്കാനയുടെ റീജിയണൽ കോർഡിനേറ്റർ ലാജി തോമസ് ആണ്. ഫൊക്കാന മെട്രോ റീജിയൻ്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന ക്രിക്കറ്റ് ടൂർണമെൻറ്റിനെ പറ്റി വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത്. ഈ പ്രസ് മീറ്റിൽ ഫൊക്കാനയുടെ പ്രസിഡന്റ് ശ്രീ സജിമോൻ ആന്റണി, ജനറൽ സെക്രട്ടറി ശ്രീ ശ്രീകുമാർ ഉണ്ണിത്താൻ, അതുപോലെ തന്നെ റീജിയണൽ സെക്രട്ടറി ഡോൺ തോമസ്, റീജിയണൽ ട്രഷറർ മാത്യു തോമസ്, സ്പോർട്സ് കോർഡിനേറ്റർ ജിൻസ് ജോസഫ്, അതുപോലെ റീജിയണൽ PRO ജോയൽ സ്കറിയ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ഈ പ്രസ് മീറ്റിലേക്ക് ഒന്നുകൂടെ എല്ലാ മാധ്യമ അംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ന്യൂയോർക്ക് ചാപ്റ്ററിനെ പ്രതികരിച്ച് ജോർജ് ജോസഫ്, സജി എബ്രഹാം, മാത്തുക്കുട്ടി ഈശോ, അതുപോലെ ബിനു തോമസ്, ജേക്കബ് മാനുവൽ എന്നിവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇനി യോഗം ആരംഭിക്കുന്നതിനായിട്ട് ഞാൻ സജിമോൻ ലാജി തോമസിനെ ക്ഷണിക്കാം. ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പരിചയപ്പെടുത്തട്ടെ, ലാജി തോമസ്, ന്യൂയോർക്ക് മെട്രോ റീജിയൻ ഫൊക്കാനയുടെ RVP ആണ്. നോർത്ത് അമേരിക്കയിലുള്ള 100-പരം അസോസിയേഷനുകളുടെ സംഘടനയായ ഫൊക്കാനയുടെ അതിൻ്റെ റീജിയൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന ചാരിറ്റി ക്രിക്കറ്റ് മാച്ച് 2025 അതിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയും അതിനെപ്പറ്റിയും പറയാൻ വേണ്ടിയാണ് ഈ പ്രസ് മീറ്റ് കൂട്ടിയിരിക്കുന്നത്. ഫൊക്കാനയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്പോർട്സ് ഇവൻ്റ് നടത്തപ്പെടുന്നത്. അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഈ മീറ്റിൽ പങ്കെടുക്കുന്ന ഈ വേദിയിലിരിക്കുന്നവരെ ഒന്ന് പരിചയപ്പെടുത്തുന്നു, വെൽക്കം ചെയ്യുന്നു. ഞങ്ങളുടെ ഫൊക്കാനയുടെ പ്രസിഡന്റ്, യുവത്വം കൊണ്ട് തുളുമ്പി നിൽക്കുന്ന ഞങ്ങളുടെ ഫൊക്കാനയുടെ പ്രസിഡന്റ് ഡോക്ടർ സജിമോൻ ആന്റണിയെ ഈ പ്രസ് മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഫൊക്കാനയുടെ കരുത്തനായ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താനെയും ഈ മീറ്റിംഗ്. ഞങ്ങളുടെ ഫൊക്കാനയുടെ റീജിയൻ്റെ സെക്രട്ടറിയായി സേവനം വഹിക്കുന്ന ഡോൺ തോമസ്, അതുപോലെ ട്രഷറർ മാത്യു തോമസ്, ഈ സ്പോർട്സ് ഇവൻ്റ് കോർഡിനേറ്റ് ചെയ്യുന്ന ജിൻസ് ജോസഫ്, ഇതിൻ്റെ ഞങ്ങളുടെ മീഡിയ ഇവൻ്റ് ഇതിൻ്റെ കോർഡിനേറ്ററായ ജോയൽ സ്കറിയ, അതുപോലെ പ്രസ് മീറ്റിൻ്റെ ഇതിൻ്റെ റീജിയൻ്റെ പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ഷോലി കുമ്പളവേലി, ഇവിടെ ഇത്രയും പേരെയും ഈ പ്രസ് മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഞങ്ങൾക്ക് ഈ പ്രോഗ്രാമിന് ഞങ്ങൾക്ക് മെയിൻ സ്പോൺസർഷിപ്പ് തന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഉണ്ട്. അത് സെക്രട്ടറി പിന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് പ്രസിഡന്റിനെ ക്ഷണിച്ചു. ഓക്കെ, എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് താങ്ക് യു. ഗുഡ് ഈവനിങ്. ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷനായ നമ്മുടെ പ്രിയങ്കരനായ റീജിയണൽ വൈസ് പ്രസിഡന്റ് ലാജി തോമസ്, ആൻഡ് ജനറൽ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, റീജിയന്റെ എല്ലാ ലീഡേഴ്സും, ആൻഡ് ഫൊക്കാനയുടെ സീനിയർ ലീഡറായ തോമസ് ലീലമാരെ, ആൻഡ് ഉഷ ചേച്ചി, ആൻഡ് ദെൻ പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, എസ്പെഷ്യലി ഇനി മലയാളി ജോർജേട്ടൻ, and then Sajid Ram, then Madhuri Show, and then Sholi Kutuwali, all media, like starting from Kairali to Himalayali to Pravasi to Manorama, 24 Flowers, ella Madhyama Suhrithukalkum Swagatham Cheyyittekku. I am so proud and honored because of multiple reasons. Okay, 1983 ഫൊക്കാന തുടങ്ങി അമേരിക്കൻ കനേഡിയൻ മലയാളികളുടെ ഒറിജിനൽ അമ്മ സംഘടനയായ ഫൊക്കാന ഇന്ന് 100-ലധികം സംഘടനകളോട് ചേർന്ന് പ്രവർത്തിക്കുകയാണ് എന്നുള്ള സന്തോഷ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇതുവരെ നിങ്ങൾ ഓരോരുത്തരും ഫൊക്കാനയെ അറിഞ്ഞിരുന്നത് അല്ലെ അറിയപ്പെട്ടിരുന്നത് ഫൊക്കാനയുടെ ഭാഷയ്ക്കൊരു $1, ഫൊക്കാനയുടെ മലയാളം അക്കാദമി, അല്ലെങ്കിൽ ഫൊക്കാനയുടെ മെഡിക്കൽ കാർഡ്, ഫൊക്കാന പ്രിവിലേജ് കാർഡ് തുടങ്ങിയ പദ്ധതികളുടെയായത്.
എന്നാൽ ഇന്ന് അതിൽ നിന്നും ഒരു ലൈനൂടെ വിട്ടുമാറി അല്ലെങ്കിൽ ഒരു ലൈനൂടെ ആഡ് ഓൺ ചെയ്യുകയാണ് ശ്രീ ലാജി തോമസിന്റെ നേതൃത്വത്തിൽ ഈ ന്യൂയോർക്ക് മെട്രോ റീജിയന് നമ്മുടെ ഫൊക്കാനയുടെ സ്പോർട്സ് അക്കാദമിക്ക് ഒരു തുടക്കം കുറിച്ചു. അപ്പോൾ അതിന്റെ ഒരു ആദ്യത്തെ പ്രോഗ്രാം ആയിട്ടാണ് ഈ ഫൊക്കാനയുടെ ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് മത്സരം വരാൻ പോകുന്നത്. അപ്പൊ അതിന് ആദ്യം തന്നെ ഞാൻ ഈ റീജിയന്റെ RVP ആയ ശക്തനായ നേതാവ് ശ്രീ ലാജി തോമസിനെ, അതോടൊപ്പം രാജിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഡോൺ, ജിൻസ്, മാത്യൂസ് എൻ്റെ ടീമിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് ഓൺ ബിഹാഫ് ഓഫ് ഫൊക്കാന. ഫൊക്കാനയിൽ നിന്ന് ഇനിയും ഇതുപോലെയുള്ള സ്പോർട്സിലേക്ക് താല്പര്യമുള്ള ഒത്തിരി പ്രോഗ്രാമുകൾ വരുന്നതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഇത് വരുന്നത്. കാരണം ഫൊക്കാനയുടെ സ്പോർട്സ് അക്കാദമി, അത് ഫൊക്കാനയ്ക്ക് മലയാളം അക്കാദമിയും കൾച്ചറൽ അക്കാദമിയും ഒക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. ഫൊക്കാന തന്നെ അറിയപ്പെടുന്ന കഴിഞ്ഞ 42 വർഷമായിട്ട് ഭാഷയ്ക്കൊരു മലയാളത്തിന്റെ അധിഷ്ഠിതമായ പ്രോഗ്രാമിലൂടെ ആയിരുന്നു. അതിൻ്റെയൊക്കെ തുടക്കക്കാരനാണ് ശ്രീ തോമസും ഒക്കെ ഒത്തിരി വർക്ക് ചെയ്ത ആൾക്കാരാണ്. അപ്പം അതോടൊപ്പം തന്നെ ഒരു ആഡ് ഓൺ എന്ന രീതിയിലാണ് ഫൊക്കാന എന്തുമാത്രം സ്പോർട്സിനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് ഈ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് വരുന്നത്. ഇതിന് തുടക്കമാണ്, അതാണ് രാജിയുടെ ടീമിൽ ചെയ്യുന്നത്. സോ ഫാർ ഇറ്റ് ഈസ് ഗോയിങ് സോ ഗ്രേറ്റ്. കാരണം ഐ ആം സോ ഹാപ്പി. അമേരിക്കയുടെയും കാനഡയിൽ നിന്നും വിവിധ കോണുകളിൽ നിന്നും ഒത്തിരി ടീമുകൾ വരുന്നതായിട്ടാണ് എനിക്ക് അറിയാൻ പറ്റുന്നത്. അതിൻ്റെ തന്നെ വേറൊരു ഉദാഹരണമുണ്ട്. ഇവിടെ ഈ ഒരു ബ്ലൂ ടീഷർട്ടൊക്കെ ആയിട്ട് ഒരു എംപ്ലോയും പുതിയ ലോഗോയും പുതിയ ടീമും ഒക്കെ ആയിട്ട് തന്നെയാണ് ഈ ടീം വരുന്നത്, അല്ലെങ്കിൽ ഈ ടീം മാനേജ്മെന്റ് വരുന്നത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഒത്തിരി നീട്ടുന്നില്ല, എല്ലാവർക്കും ഒത്തിരിയധികം സന്തോഷമുണ്ട്. ആൻഡ് ഒരിക്കൽ കൂടി എല്ലാ അഭിവാദ്യങ്ങളും അനുമോദനങ്ങളും രാജിക്ക് നടന്നുകൊണ്ട് നോർത്ത് അമേരിക്കൻ മലയാളികളെ എല്ലാവരെയും എല്ലാ ടീമുകളെയും ന്യൂയോർക്കിലേക്ക് ജൂൺ 21 സ്വാഗതം ചെയ്യുകയാണ്. 10 അല്ല 15 അല്ല 20 അല്ല എത്രയധികം ടീം ഉണ്ടെങ്കിലും ഈ ടീം അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി കേപ്പബിൾ ആണ്. ഈ മീഡിയ സുഹൃത്തുക്കളോട് ഈ ഒരു പ്രോഗ്രാമിലൂടെ അറേഞ്ച് ചെയ്തതോടെ നന്ദിയും രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ജൂൺ 21 ശനിയാഴ്ച കണ്ണിങ്ങ പാർക്ക് വെച്ച് ന്യൂയോർക്ക് മെട്രോ റീജിയൻ്റെ നേതൃത്വത്തിൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റും ഇതിനോടനുബന്ധിച്ച് നടത്തുന്ന പ്രവർത്തനവും ഇന്നിവിടെ പത്രത്തിൽ കൂടി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഫൊക്കാനയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ മുതൽ തന്നെ പ്രവർത്തനങ്ങൾ മാറ്റമാണ് ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ടുള്ള രീതികളിൽ നിന്നും മാറി, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഫൊക്കാനയുടെ പ്രവർത്തനങ്ങൾ മാറി യുവത്വം ഉള്ള ആളുകളിലേക്ക് പ്രവർത്തനം മാറ്റുവാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതാണ് ഈ സ്പോർട്സ് അക്കാദമി, അങ്ങനെയുള്ള കാര്യങ്ങൾ. പണ്ടൊക്കെ ഫൊക്കാനയിലെ വളരെയധികം ഓൾഡായ ആൾക്കാരായിരുന്നു എന്നൊരു പരാതിയുണ്ട്. ഇന്ന് ഫൊക്കാനയുടെ നേതൃത്വത്തിലേക്ക് യങ് ജനറേഷനെ കൈപിടിച്ചുയർത്തിയും അവർക്ക് നേതൃത്വം കൊടുക്കുവാനും അല്ലെങ്കിൽ അവരെ ഫൊക്കാനയുടെ പ്രഥമ സ്ഥാനങ്ങളിലേക്ക് അവരോധിക്കാനുമാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് അടുത്തൊരു ജനറേഷനെ കൈപിടിച്ചുയർത്തുവാനുള്ള ഒരു ട്രെയിനിങ് ആയിട്ടാണ് ഫൊക്കാനയുടെ ഈ ഭരണസമിതി ഇതിനെ കാണുന്നത്. എല്ലാ റീജിയനുകളോടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാ റീജിയനുകളിലും റീജിയണൽ കൺവെൻഷൻ നടത്തണം, അവരുടെ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിക്കണം. അതങ്ങനെ ആ ഒരു ഇതിൽ ഏറ്റെടുത്താണ്, അങ്ങനെ ഒരു ആദർശം ഏറ്റെടുത്താണ് ലാജി തോമസ് ആദ്യമായിട്ട് ഇവിടെ ഇങ്ങനെയൊരു ക്രിക്കറ്റ് ടൂർണമെന്റ് വെക്കുന്നതും. ഇത് മറ്റുള്ള എല്ലാ റീജിയനുകളിലും ഇങ്ങനെയുള്ള ടൂർണമെന്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഇതുപോലെ നല്ലൊരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. നമ്മൾ ജൂൺ 21 ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ 8 ടീമാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ഇതൊരു 1 ഡേ ടൂർണമെന്റ് ആയിട്ടാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഈ ടീമിൽ നിന്ന് കിട്ടുന്ന രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ ചാരിറ്റിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിലും ഇവിടെയായിട്ടുള്ള രീതിയിൽ നമ്മൾ ചാരിറ്റിക്ക് കൊടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എല്ലാവരുടെയും സഹകരണങ്ങളും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഏത് പാർക്ക് വെച്ചാണ്? കണിങ്ങി. ഒരു ഗെയിം എത്ര ഓവർ നമ്മൾ 6 to 8 hours അത് നമ്മൾ അന്നത്തെ ദിവസത്തെ വെതറും എല്ലാം ഉദ്ദേശിച്ച് നമ്മൾ തീരുമാനിക്കത്തുള്ളൂ. 8 players and 6 to 8 hours. 8 ടീമുകളുള്ള 8 players നമുക്ക് UNC
നിന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ന്യൂജേഴ്സിയിൽ നിന്നുണ്ട്, റോക്ക്ലൻഡ് കൗണ്ടിയിൽ നിന്നുണ്ട്, ഫിലിയിൽ നിന്നുണ്ട്. അവിടെ നിന്ന് 4 സ്ഥലത്തു നിന്നാണ് നമുക്ക് 8 ടീമുകൾ. രജിസ്ട്രേഷൻ ഡേറ്റ് കഴിഞ്ഞു? രജിസ്ട്രേഷൻ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ആയി. 8 ടീമുകൾ. ഡെഡ്ലൈൻ കഴിഞ്ഞു രജിസ്ട്രേഷൻ? നമ്മൾ 8 ടീമുകൾ കൺഫേം ആയി. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷനിൽ നിന്ന് വരും. രജിസ്ട്രേഷൻ പൈസ ഫസ്റ്റ് പ്രൈസ് എത്രയാണ്? ഫസ്റ്റ് പ്രൈസ് $1000. അത് കുട്ടനാടൻ റെസ്റ്റോറൻ്റാണ് സ്പോൺസർ ചെയ്യുന്നത്. അതുപോലെ സെക്കൻഡ് പ്രൈസ് 500. അത് രാജ് ഓട്ടോസാണ് സ്പോൺസർ ചെയ്യുന്നത്. ഈ ക്രിക്കറ്റ് ഓരോ ഭാരതീയന്റെ ബ്ലഡിലുള്ളതാണ്. നമ്മളൊക്കെ കളിച്ചു വളർന്ന ഒരു സ്പോർട്സ് ആണത്. അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു പ്രതിഭാസം തന്നെ, പ്രത്യേകിച്ച് 2020 വന്നതിന് ശേഷം എനിക്ക് തോന്നിയപ്പോൾ US ഒരു ഒഫീഷ്യൽ ക്ലബ്ബ് തന്നെ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് ഡിഫൈൻ ചെയ്ത് തുടങ്ങുകയാണ്. അപ്പം എനിക്ക് തോന്നുന്ന ഫൊക്കാന ഒരു റൈറ്റ് മൊമെന്റിലാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു സ്പോർട്സിന് നല്ലൊരു ഒരു 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 ഉത്സാഹവും എനർജിയും പ്രത്യേകിച്ച് മലയാളികളിൽ നിന്ന് ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിക്കാം. തീർച്ചയായും സ്പോർട്സ് അക്കാഡമി നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും നാളെ കാലം ട്രെയിനിങ് പ്രോഗ്രാംസോ അങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ട്. ആക്ച്വലി ക്രിക്കറ്റും അതോടൊപ്പം തന്നെ വോളിബോൾ അല്ലെങ്കിൽ ബാസ്കറ്റ്ബോൾ അങ്ങനെയുള്ള 2-3 സ്പോർട്സിന് ഒന്ന് തിരഞ്ഞെടുത്തുകൊണ്ടിട്ട് അതിനുവേണ്ടി ഫൊക്കാനയുടെ ഒരു ടീം തന്നെ ഈ വരും കാലങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഫൊക്കാനയുടെ ജേഴ്സി അറിഞ്ഞ്, ഫൊക്കാനയുടെ ലോഗോ ഇട്ട്, ഫൊക്കാനയുടെ ബാനറിൽ അത് ഉണ്ടാവും. ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് അതുകൂടെ പ്രാവർത്തികമാക്കണം എന്നുള്ളൊരു താല്പര്യത്തിലാണ് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജി അതിൻ്റെ തുടക്കക്കാരനാണ്. രാജി ഡോളും ലിൻസും എല്ലാം ഇതാണ്. നമ്മൾ പറഞ്ഞ 22 പദ്ധതികളിൽ ആ ലിസ്റ്റിലുള്ളത് ഓരോന്ന് ചെക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പാർട്ടായിട്ടാണ് ഇതിന് മുമ്പുള്ള ന്യൂസുകൾ ഫൊക്കാനയുടെ മെഡിക്കൽ കാർഡ്, ഫൊക്കാനയുടെ പ്രിവിലേജ് കാർഡ്, ക്ലബ് കാർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനിടയ്ക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റിനുള്ള ശ്രമങ്ങളും മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതൊക്കെ വരും വഴിയെ കാണാം. എന്നാൽ സ്പോർട്സിന് വേണ്ടിയിട്ട് ഇന്നത്തെ ഈ പ്രസ് മീറ്റ് വെച്ചിരിക്കുന്ന കാരണം ഞാൻ പറയുകയാണ്, സ്പോർട്സിന് നല്ലൊരു പ്രാതിനിധ്യം ഉണ്ടായിരിക്കും. മലയാളികൾക്ക് ഇവിടുന്ന് തുടങ്ങി അതൊരു തീയായിട്ട് കത്തിപ്പടർന്ന് നോർത്ത് അമേരിക്കയിൽ ഉടനീളം പോയി ഇപ്പോൾ ഇവിടെ എങ്ങനെ ഫുട്ബോളും ബാസ്കറ്റ്ബോളും വോളിബോളും ഒക്കെ വരുന്നു അതേ രീതിയിൽ ഈ ക്രിക്കറ്റിനെ കൊണ്ടുവരണം എന്നുള്ള താല്പര്യമാണ് ഈ ടീമിനുള്ളത്. ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതിനെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് മീഡിയയിലൂടെ നിങ്ങളെല്ലാവരും പലപ്പോഴും ഒക്കെ എഴുതുന്നുണ്ടല്ലോ. അപ്പോൾ വരും കാലങ്ങളിൽ നമുക്കത് കാണാം. ഒരു ഇതിനോട് ആഡ് ചെയ്യാൻ വേണ്ടി, സൽമാൻ ആഡ് ചെയ്യാൻ വേണ്ടി ഇവരുടെ അങ്ങോട്ട് സജഷനാണ് ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറയാം. ഈ പിള്ളേർ ഈ മയക്കുമരുന്നും ഇതിനും ഒക്കെ അല്ലെങ്കിൽ അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാതെ സ്പോർട്സിലേക്ക് അവരെ കൂടുതൽ ആകർഷിക്കാനും അവരുടെ ആ കഴിവുകളെ മറ്റു ഇതിലേക്ക് പോകാതെ ആ സ്പോർട്സിലേക്ക് വരുമ്പം അവരുടെ ഡൈവേർട്ട് ചെയ്യുമല്ലോ. അപ്പം അങ്ങനെ ഒരു രീതിയിലൂടെ കൊണ്ടുപോകാനാണ് ഞാൻ എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മുടെ ഒരു ടീമെന്ന് പറയുന്നത് ആൾക്കാരെ കൂടുതൽ സ്പോർട്സിലേക്ക് ആക്റ്റീവ് ആക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടുള്ള ആൾക്കാരെ നമ്മളിപ്പോൾ പൊക്കാനൊക്കെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അത് മാറ്റി നമ്മൾ യുവത്വത്തിലേക്ക് പോകുന്ന സ്പോർട്സ് ഗെയിംസ് അതിലേക്ക് കൂടുതൽ കുട്ടികൾ യുവത്വത്തിനെ ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ്. ഇതിനോടനുബന്ധിച്ച് ഇപ്പം തുടക്കമിടുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ഫ്ലോറിഡ ഏരിയയിലൊക്കെ എപ്പോഴും ഇതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള കാലാവസ്ഥയായിട്ട് ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ നോർത്ത് അമേരിക്ക മൊത്തമായിട്ട് നമ്മളൊരു ഇത് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം. നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ഫ്ലോറിഡയിലും ഷിക്കാഗോയിലുമാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഓരോ റീജിയന്റെ ആഭിമുഖ്യത്തിലാണ് അവർ ലീഡർഷിപ്പ് എടുക്കുന്നത്. കാരണം എല്ലാം സെൻട്രലി ചെയ്യാതെ അതത് റീജിയനെ ഡെവലപ്പ് ചെയ്യാനോട് ഉപകരിക്കും. കാരണം റീജിയണൽ ആയിട്ടുള്ള സംഘടനകളും റീജിയണൽ ആൾക്കാരും കൂടെ ആണല്ലോ ബേസിക്കലി ഫൊക്കാന എന്ന് പറയേണ്ടത്, റൈറ്റ്? അപ്പോൾ അവർക്ക് ഒരു ഊന്നൽ കൊടുത്തുകൊണ്ടിട്ട് ഇപ്പോൾ ന്യൂയോർക്കിൽ തുടങ്ങി, അത് ഷിക്കാഗോയിലും ഫ്ലോറിഡയിലും അതിന്റെ പ്രാഥമിക വർക്കുകൾ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഇതിനെ എല്ലാം കൂടെ കളക്റ്റീവ് ആക്കിക്കൊണ്ട് ഒരു കലാശക്കൊട്ടും പിന്നെ അതിൽ നിന്ന് ഒരു ബ്രാൻഡ് വരണം, ഒരു ഫൊക്കാന ബ്രാൻഡ് വരണം. ഫൊക്കാന ക്രിക്കറ്റ് ടീം, ഫൊക്കാന ബാസ്കറ്റ്ബോൾ ടീം, ഫൊക്കാന വോളിബോൾ ടീം, ലൈക്ക് 2 അല്ലെങ്കിൽ 3 ഒതുക്കണമെന്ന് പറഞ്ഞാൽ സജഷൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ഒത്തിരി സ്പോർട്സ് ഉണ്ട്, നമുക്ക് എല്ലാത്തിനും സ്പ്രെഡ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ ഫോക്കസ് ഒക്കെ പോകും. അപ്പം ഇതൊരു നല്ല തുടക്കമാണ്. സോ അതിനുള്ള എല്ലാ ആശംസകളും തരുന്നു. ഓക്കെ, നാഷണൽ എക്സിക്യൂട്ടീവിന്റെ ഭാഗത്തു നിന്ന് ഈ റീജിയണിൽ പോയി നടക്കുന്ന പരിപാടിക്ക് സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ല, അത് അറിയാമല്ലോ. ഫൊക്കാനയായാലും ഫോമയായാലും നമുക്കാരും ഫണ്ടുമായിട്ടല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാത് ഭരണസമിതി വന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഫണ്ടുകളാണ്. എന്നാലും പ്രസിഡന്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാൻ.
ആക്ച്വലി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവരും ചെറിയ ചെറിയ സ്പോൺസർഷിപ്പുകൾ ശ്രീകുമാർ, ദിലീൽ ചേച്ചി, തോമസ് ചേട്ടൻ, ഇവരൊക്കെ അതിൻ്റെയൊക്കെ പാർട്ട് ആൻഡ് പാഴ്സൽ ആണ്. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ, രേവതി പുള്ളിയുണ്ട്, ബിപിൻ ഉണ്ട്, പ്രവീൺ ഉണ്ട്, ജോൺ കല്ലോലി ഉണ്ട്. സോ അവരെല്ലാം എക്സിക്യൂട്ടീവിന്റെ തന്നെ പാർട്ടാണ്. സോ എന്താ പറയുക, ഒരു അമ്പലിക്കൽ കൂടെ ബന്ധമുണ്ട്. കുറച്ച് ഒരു കൈ ഞങ്ങളുടെ ഭാഗത്തു നിന്നും, ഒരു കൈ ഇവിടെയുള്ള സ്പോൺസേഴ്സിന്റെ ഭാഗത്തു നിന്നും, ഒരു കൈ ഈ റീജിയന്റെ ഭാഗത്തു നിന്നും. അല്ല, ഫണ്ട് കളക്ട് ചെയ്യുന്ന കാര്യത്തിൽ രാജ്യം ഞങ്ങളുടെ രാജ്യയുടെ ഒരു പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ ഏജ് ലിമിറ്റ് എങ്ങനെയാ, അങ്ങനെ വല്ലതുണ്ട് ഈ ടീമിന്? നമ്മൾ എത്ര വയസ്സ് ഏത് ഏജുകാരും ഈ ടീമിൽ വരാം. നമ്മളെ സ്പോൺസേഴ്സിനെ ഒന്ന് നമ്മുടെ റീജിയണൽ സെക്രട്ടറി ഒന്ന് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യുന്നു. എൻ്റെ പേര് ഡോൺ തോമസ്. ഞാൻ ഫൊക്കാന മെട്രോ റീജിയൻ്റെ സെക്രട്ടറിയാണ്. നമുക്ക് നമ്മൾ ഈ വർഷം ഫൊക്കാന മെട്രോ റീജിയൻ നടത്തപ്പെടുന്ന ചാരിറ്റി ക്രിക്കറ്റ് ബാഷ് ടൂർണമെൻറ്റിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ എല്ലാവരുടെയും സഹായവും അഭ്യർത്ഥിക്കുന്നു. നമുക്കിങ്ങനൊരു ടൂർണമെൻറ്റ് നടത്തണമെങ്കിൽ ഒരു സൈജാനൊക്കെ പറഞ്ഞ പോലെ നമുക്കൊരു നല്ല സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട് ആവശ്യമാണ്. നമ്മൾ ഒത്തിരി സ്പോൺസേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് മെയിൻ സ്പോൺസേഴ്സ് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അത് പേരൊന്ന് പറയുകയാണ്. അതായത് നമുക്ക് ഫസ്റ്റ് പ്രൈസ് ക്യാഷ് പ്രൈസ് ആയിട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കുട്ടനാടൻ റെസ്റ്റോറൻറ്റ്, ഈ റെസ്റ്റോറൻറ്റാണ്. അവരാണ് ഫസ്റ്റ് പ്രൈസ് ക്യാഷ് പ്രൈസ് തരുന്നത്. അതേപോലെ സെക്കൻഡ് പ്രൈസ് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് രാജ് ഓട്ടോ, രാജേഷ് പുഷ്പരാജൻ. അതുപോലെ നമുക്ക് പ്രീമിയം സ്പോൺസേഴ്സ് ആയിട്ട് കടന്നു വന്നിരിക്കുന്നത് അഗാപ്പെ ഇൻഷുറൻസ്, റോഷൻ തോമസ്. പിന്നെ അതേപോലെ തന്നെ ലീല ചേച്ചി, ഫൊക്കാനയുടെ ലീഡറും അതുപോലെ ഇപ്പോൾ കറണ്ട് വാർഡ് മെമ്പറുമാണ് ലീല ചേച്ചിട്ട്. അതേപോലെ തന്നെ നമുക്ക് വേണ്ടിയുള്ള മെയിൻ എല്ലാ ട്രോഫിയും നമ്മളെ തന്ന് സഹായിച്ചത് നമ്മുടെ ഡെയ്സി ട്രോഫി, അതായത് തോമസ് പാലത്തറയാണ് ഫൊക്കാനയുടെ മെയിൻ ലീഡർ. അതേപോലെ തന്നെ ഇവൻ ഗ്രാം, ജോജോ കൊട്ടാരക്കര, ഗ്ലോബൽ പൊല്യൂഷൻ ആൻഡ് ബോഡി വർക്ക്, നോവ ജോർജ്, മൈക്കിൾ തെരീൻ ഇൻഷുറൻസ് ഏജൻസി. അതുപോലെ തന്നെ പ്ലാറ്റിനം സ്പോൺസേഴ്സായി കടന്നു വന്നത് PSG ഇൻഷുറൻസ്, പ്രിയ സണ്ണി ജോർജ് വന്നിട്ടുണ്ട്. PSG ഇൻഷുറൻസ്, പ്രിയ സണ്ണി ജോർജ്. അതേപോലെ തന്നെ സിത്താർ പാലസ്. ഇത്രയും പേരാണ് നമ്മുടെ മെയിൻ സ്പോൺസേഴ്സ് ആയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേറെ ഒത്തിരി സ്പോൺസേഴ്സ് ഉണ്ട്. ഒരു പോളിസി ഫാക്ടറോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇതിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട്. ഫൊക്കാനയുടെ ഇപ്പോഴത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുള്ള ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഒരു മോറൽ റെസ്പോൺസിബിലിറ്റിയോടെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കമ്മിറ്റിയാണിത്. അതിന് നമ്മൾ രാവിലെ എണീറ്റ് സൈക്കിൾ ചവിട്ടി 2-3 മൈലൊക്കെ പോയായിരുന്നു ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ അന്ന് മൂലമുണ്ട്. ഇപ്പൊ ഇപ്പോഴത്തെ ഈ യൂത്ത് അവർക്ക് ക്രിക്കറ്റ് വന്നൊരു ഹരമാണ്. ശരി, അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ക്രിക്കറ്റ് അക്കാദമിയും അല്ലെങ്കിൽ ഈ സ്പോർട്സ് അക്കാദമിയും തുടർന്ന് പോകണം. ഫൊക്കാനയ്ക്ക് ഒരു ടീം വേണം, ഒരു ബ്രാൻഡ് വേണം. ആ ബ്രാൻഡ് മുന്നേക്ക് കണ്ടിന്യൂ ആകണം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പല പദ്ധതികളും പല മറ്റു സംഘടനകളും കോപ്പി ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട്. അതിൽ നമുക്ക് സന്തോഷമുള്ള കുഴപ്പമൊന്നുമില്ല. കാരണം അറ്റ്ലീസ്റ്റ് somebody is doing something and people are copying that. It's fine. Ultimately നമ്മുടെ മലയാളികളല്ലേ എല്ലാ നമ്മുടെ സഹോദരങ്ങൾക്കല്ലേ ബെനിഫിറ്റ് കിട്ടുന്നത്. അമേരിക്ക ഫാസ്റ്റസ്റ്റ് ഗ്രോ ചെയ്യുന്ന ഒരു സ്പോർട്സ് ക്രിക്കറ്റ്. കാരണം വേൾഡ് കപ്പിൽ ഇപ്പം 2020 50 ഓവേഴ്സിലും USA സെലക്ട് ആയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം അവരുടെ ലേഡീസ് ടീം സെലക്ട് ആയിട്ടുണ്ട്. സോ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന അമേരിക്ക. സജീവൻ പറഞ്ഞതിൻ്റെ ഒന്ന് ആഡ് ഓൺ ചെയ്ത് പറയുകയാണ്. ഇപ്പം നമ്മൾ ഫൊക്കാനയുടെ പ്രവർത്തനം നമ്മൾ വളരെയധികം വിപുലീകരിക്കുന്നു. ഇപ്പം വിപുലീകരിച്ച കൂട്ടത്തിൽ നമ്മൾ കൊച്ചിൻ എയർപോർട്ടിൽ നിന്നും 10% ഡിസ്കൗണ്ട്. അപ്പോൾ അത് നമ്മൾ വ്യാപിപ്പിച്ച് കേരളത്തിലെ എല്ലാ എയർപോർട്ടിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ടിരിക്കും. പക്ഷെ അതിലും ജോർജേട്ടനൊക്കെ അറിയാം, പാര വെക്കാൻ വേണ്ടിയിട്ട് പലരും അതിനകത്ത് അഴിമതി എന്ന് പറഞ്ഞുകൊണ്ട് പോലും ജോർജേട്ടനെയൊക്കെ വിളിച്ചു ചോദിച്ചു ഇതിനകത്ത് എന്തോ അഴിമതിയുണ്ട്. ഇപ്പം എയർപോർട്ടിൽ 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നതിനകത്ത് നമുക്ക് എന്താണ് അഴിമതി? അപ്പം അങ്ങനെ വരെ ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴേ അതിന് പാര വെക്കാൻ വേണ്ടി ആൾക്കാർ കുറേ നടപ്പുണ്ട്. അതാണ് ഞാൻ പറയാൻ വന്നത്. ഇപ്പം നമ്മളൊരു കാര്യം നടപ്പിലാക്കുന്നു, ആ നടപ്പിലാക്കുന്നതിൻ്റെ പുറകെ പോയി അത് പാര വെച്ചുകൊണ്ട് ഫൊക്കാനയ്ക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. അപ്പം 10% ഡിസ്കൗണ്ട് കിട്ടുന്നത് അമേരിക്കൻ മലയാളികൾക്കാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ പാര വെക്കാൻ വേണ്ടിയിട്ട് ഒരു സമൂഹം നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. കാരണം ജോർജേട്ടനെയൊക്കെ വിളിച്ച് അവർ ചോദിച്ചു ഇങ്ങനെ ഇതിനകത്ത് വൻപിച്ച അഴിമതിയായിരിക്കും നടന്നേക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇതുകൂടെ ചേർത്തോ? ചേർക്കാൻ കൊടുക്കും.
ഫൈനാൻഷ്യലിന്റെ കാര്യം പറ്റിയാണ് മാത്യു തോമസ്. ഫൈനാൻസിൻ്റെ കാര്യം ഒരു കാര്യം ഒന്ന് ഓർമ്മിക്കുകയാണ്. സ്പോൺസേഴ്സ് ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ ടോട്ടൽ ബഡ്ജറ്റിൽ ഇതുവരെ ആയിട്ടില്ല. നിങ്ങൾ താല്പര്യമുള്ളവർക്ക് ഏത് സമയത്തും രാജിയെ എന്നെയോ ഡോണിനെയോ സമീപിക്കാം. സ്പോൺസേഴ്സിനെ കൂടുതൽ സ്പോൺസേഴ്സിനെ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഹെൽപ്പ് തീർച്ചയായിട്ടും വേണം. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. ടീമുകൾക്ക് രജിസ്ട്രേഷൻ ഫീ പാടില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. മിനിമമാണല്ലോ. അല്ല, മിനിമം ആണെങ്കിൽ കൂടി കാരണം അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാരണം ഇത് കുറച്ച് ഒന്നാവട്ടെ. അതിനൊരു ഇതുണ്ട്, അത് ഞാൻ ആർഗ്യൂ ചെയ്ത് പറയുമല്ല. അപ്പൊ ചീട്ടുകളി വെക്കും, അവരൊരു മിനിമം ഫീ വെക്കും. അത് ആ വെക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും നല്ലൊരു കാര്യമാണ്. നമ്മൾ രജിസ്ട്രേഷൻ ഫീ വെച്ചില്ലെങ്കിൽ ഇപ്പം ടീം പങ്കെടുക്കുക, ഇപ്പം നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്തിട്ട് ലാസ്റ്റിൽ അവർ വരാതിരിക്കാൻ പറ്റും. ഫീ തന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, അവർ മസ്റ്റായിട്ട് അവിടെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പൈസ നമ്മൾ ചാരിറ്റി ചെയ്യുന്നത്. അതെ, നമുക്കത് കളിയെ തന്നെ ബാധിക്കുന്ന ഒരു സംഭവം. ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന്, കളിയിലും കാര്യമുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ വരുന്നത്. കാരണം സീരിയസ് ആയിട്ടുള്ള റിഫേഴ്സ് ഉണ്ട്. അപ്പോൾ വരുന്ന ആൾക്കാർ സീരിയസ് ആയിട്ട് എടുക്കണം. പ്ലസ് ഇതിനകത്ത് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണെങ്കിലും അതൊരു ചാരിറ്റി കോഴ്സിലേക്കാണ് പോകുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ചാരിറ്റിയുമായിട്ട് എല്ലാ ആക്ടിവിറ്റിയും ബന്ധിപ്പിക്കുന്നത് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും എൻഡ് ഓഫ് ദ ഡേ അത് ചാരിറ്റിയായിട്ട് ബന്ധിപ്പിക്കുന്നത് എപ്പോഴും നല്ലൊരു കാര്യമാണ്. സോ ഐ അപ്രീഷിയേറ്റ്. ഈ രജിസ്ട്രേഷന്റെ വേറെ നിബന്ധനകൾ എന്താണ് ചെയ്യുന്നത്? സ്പെഷ്യൽ ഒരു രജിസ്റ്റേർഡ് ക്ലബ്ബുകളായിരിക്കണമെന്നുണ്ടോ അതോ തട്ടിക്കൂട്ടിയ ഒരു ടീം ഉണ്ടാക്കണം? അല്ല, അങ്ങനെ രജിസ്റ്റേർഡ് ഒരു ക്ലബ് എന്നുള്ളതില്ല. നമ്മൾ ടീം അങ്ങനെ ഇത് വരണമെന്ന് മാത്രമേ ഉള്ളൂ. പേരുള്ള ഒരു ടീമായിരുന്നു. 8 പേര് 8 പേരാണ് കളിക്കുന്നത്. പക്ഷെ റോസ്റ്ററിൽ നമുക്ക് 12 പേര് ആവാം. ഇപ്പൊ അങ്ങനെ വളരെയധികം ടീമുകളുണ്ട്. വെച്ചസ്റ്റിൽ തന്നെ 3-4 ടീമുണ്ട് ക്രിക്കറ്റിന്റെ. ഇവിടെ കളിക്കുന്ന ടീമുകളാണ് വരുന്നത്. അല്ലാതെ ഇതിനു വേണ്ടി തട്ടിക്കൂട്ടി വരുന്നത്. ഇവിടെ കളിച്ച ഓരോ പ്രോഗ്രാമിനും അല്ലെങ്കിൽ ഓരോ സ്പോർട്സിനും കളിക്കുന്ന ടീമുകളാണ് നമ്മുടെ ഈ പരിപാടിക്ക് ഒരു പേര് കാണുമല്ലോ അവരുടെ ടീമിൽ. പേരും ലോഗോയും ഒക്കെ ഉള്ള ടീമുകൾ തന്നെ. ടീമുകളുടെ പേരുകൾ കൂടെ തരികയാണെങ്കിൽ നന്നായിരിക്കും. രജിസ്റ്റർ ചെയ്ത ടീമുകളുടെ പേര് പറയാനോ പിന്നെ ഒരു കാര്യം ഒന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ന്യൂസും ഇതൊക്കെ കൊടുക്കാം, അത്യാവശ്യം ടി വിയിലൊക്കെ കൊടുക്കാം. അടുക്കാറാകുമ്പോൾ നിങ്ങൾ PR അല്ലെങ്കിൽ ആരെങ്കിലും അതിൻ്റെ ഒരു എന്തൊക്കെയാണ് ടീമിന്റെ പേരും അന്നത്തെ കാര്യങ്ങളും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ ചേർത്ത് വന്നാൽ അപ്പം നമ്മൾ 2-3 ന്യൂസുകൾ അടുത്തോട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. അതിന് പ്രസ് മീറ്റ് ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ ഇത് വെച്ച് ചെയ്യും. ബാക്കിയൊക്കെ നമുക്ക് നിങ്ങൾ പിന്നീട് തന്നാൽ മതി, അനുസരിച്ച് നമ്മൾ ചെയ്യും. ഓക്കെ, കാരണം അപ്ഡേറ്റ് ചെയ്താൽ ഇത് തന്നെ നമ്മുടെ കിടപ്പുണ്ട്. ബാക്കി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മതി. അപ്പം പിന്നെ ടീമുകളുടെ പേരും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സ്പോൺസേഴ്സിനെ കൂടുതലുണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്തുകൊണ്ട് അങ്ങനെ നമുക്ക് വേറെ വേറെ ന്യൂസുകൾ കൊടുക്കാം. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് ചോദിച്ചു നിങ്ങൾക്ക് ജൂൺ 21-ാം തീയതി ശനിയാഴ്ച നോർത്ത് അമേരിക്കയിലുള്ള എല്ലാ ക്രിക്കറ്റ് പ്രേമികളെയും ന്യൂയോർക്കിലേക്ക്, ക്വീൻസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ന്യൂയോർക്ക് മെട്രോ റീജിയന്റെ ചാമ്പ്യനായ ലാജിയുടെ കൂട്ടുകാരും ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഫൊക്കാനയുടെ ക്രിക്കറ്റ് അക്കാദമിയുടെ തുടക്കമായിട്ട് ഈ ഒരു ടൂർണമെന്റ് നടക്കുന്നത്. എല്ലാ നോർത്ത് അമേരിക്കൻ മലയാളികളെയും ഒരിക്കൽ കൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആര് എടുക്കും ഈ ട്രോഫി എന്നുള്ളത് ഏകദേശം 2-3 ആഴ്ചകൾ കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. ഇതാണ് റണ്ണർ അപ്പ് ട്രോഫി. ഇത് ആരെടുക്കും എന്നുള്ളത് ഇത് നമുക്ക് ഡിബേറ്റ് ചെയ്യാം. ഇത് ആര് ബീറ്റ് ചെയ്യും? ഇത് ചാമ്പ്യൻഷിപ്പ് ട്രോഫി. ഇത് ആരെടുക്കും? സോ ഈ 2 ട്രോഫി
ലീഗ് മത്സരത്തിന് വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടിയിട്ട് എല്ലാ നോർത്ത് അമേരിക്കൻ ക്രിക്കറ്റ് പ്രേമികളെയും ഒരിക്കൽ കൂടി, എല്ലാ നോർത്ത് അമേരിക്കൻ ക്രിക്കറ്റ് ക്ലബ്ബുകളെയും ഒരിക്കൽ കൂടി, ഏകദേശം 8-ലധികം ടീം ഇവിടെ ഓൾറെഡി രജിസ്റ്റർ ആയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനിയും രജിസ്ട്രേഷൻ വന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഫൊക്കാനയുടെ പേരിൽ ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻ നോർത്ത് അമേരിക്ക സ്പോർട്സ് അക്കാദമിയുടെ ഒരു തുടക്കം ന്യൂയോർക്ക് മെട്രോ റീജിയനിൽ നിന്നുമാകട്ടെ. താങ്ക് യു.